ഒമ്പതാമത്തെ കളവ് കേട്ടോ, ഖബറ് കെട്ടിപ്പൊക്കാമെന്ന് എഴുതിയതു തന്നെ. ഖബറ് കെട്ടിപ്പൊക്കാമെന്ന് ഇവർ എഴുതിയത് കളവാണ്. റസൂലുള്ളാന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിലുള്ള കളവാണ്. കാരണം അങ്ങനെ ഒരു ഖബർ റസൂലുള്ള കെട്ടിപ്പൊക്കിയിട്ടില്ല. റസൂലുള്ള കെട്ടിപ്പൊക്കിയത് ഖബറിന് പറയുങ്ങള്, ഇത് വ്യവസ്ഥന്റെ പുറത്തല്ലല്ലോ ചോദ്യം അല്ലെ. റസൂലുള്ള കെട്ടിപ്പൊക്കിയത് ഖബറിന് പറയും. ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബറ് അള്ളാന്റെ റസൂല് കെട്ടിപ്പൊക്കിയിട്ടില്ലേ? അത് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടില്ലേ? ഇതാ ചോദിക്കാനുള്ള ആകെ ഒരു ചോദ്യം. ആളുകൾ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ കൺഫ്യൂഷനാണ് തീർന്നോട്ടെ. മൂപ്പര് വരുമ്പോ മൂപ്പർക്ക് അങ്ങനത്തെ ഒരു പണി വേണ്ട എന്നുള്ള നിലക്കാൻ ഞാൻ അപ്പൊ തന്നെ പറയണേ. എന്താ അറിയോ, ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബർ അള്ളാന്റെ റസൂല് കെട്ടിപ്പൊക്കി എന്നൊരു വരി നിങ്ങൾ ബുഖാരിയിൽ നിന്ന് കാണിക്കും. മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിട്ടിട്ട് ഓഫീസിന്റെ താക്കോല് മർക്കസ് കൊണ്ടുവന്നരും ഞങ്ങള് കാണിക്കണ്ട. എന്താ അറിയോ, അള്ളാഹുവിന്റെ റസൂല് ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബർ കെട്ടിപ്പൊക്കി ഉണ്ടോ? ഇല്ല. എന്താ ഉള്ളത്? ഞങ്ങളിലെ ഏറ്റവും വലിയ ചാട്ടക്കാരൻ ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബർ ചാടിയിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഗവേഷണം നടത്തി, നേരത്തെ പറഞ്ഞ മാതിരി. എങ്ങനെ? അപ്പോ ചാടണമെങ്കിൽ ഉയരം വേണല്ലോ, ചാടണമെങ്കിൽ ഉയരം വേണല്ലോ, അപ്പോൾ കെട്ടിപ്പൊക്കണല്ലോ, അപ്പോൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാകുമല്ലോ. അഹ്ലുസുന്നത്താണത്, അഹ്ലുസുന്നത്താണ് ഈ തെളിയിക്കണത്. ചോദിക്കട്ടെ, ഈ ചാട്ടം ഹൈ ജമ്പ് അല്ല, ലോങ് ജമ്പ് ആയിക്കൂടെ? ലോങ് ജമ്പാണ്, പിന്നെ ഉയരണ്ടാകോ? സുഹൃത്തുക്കളെ, ഇനി ഇത് ലോങ് ജമ്പാന്ന് തന്നെ വെക്കുക. അത് തെളിവാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഖബറും പുറത്ത് പോയ ആദ്യം ചാടണം. ചാട്ടം സുന്നത്ത് നടപ്പിലാക്കണം. ഖബർ കെട്ടിപ്പൊക്കിയ ഉടനെ ആദ്യം ചെയ്യേണ്ടത്, സിയാറത്ത് ടൂറിന് പോയാൽ മടക്കി കുത്തി, തുണിയൊക്കെ മടക്കി കുത്തി, തൊപ്പിയും തലപ്പാവൊക്കെ ഊരി വെച്ച് 1 2 3 അങ്ങോട്ടൊന്ന്, അവിടുന്ന് ഇങ്ങോട്ട് 1 2 3 ഇങ്ങോട്ടും. എന്താ സുന്നത്ത് അല്ലേ? മറ്റേ പിന്നെ പൊതപ്പൊക്കെ പൊതുക്കലുണ്ടല്ലോ, ജാറം മൂടലുണ്ടല്ലോ, അതുപോലത്തെ വേറൊരു സുന്നത്താണോ അത്? ഈ ഹദീസ് വിശദീകരിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവാണെന്നത് ഉദ്ധരിച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ പേരിൽ കളവ് പറഞ്ഞു നടക്കരുത് അല്ലേ? നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? നബി ഖബർ കെട്ടി ഉയർത്തരുത് എന്നാണ് നിർദ്ദേശിച്ചത്. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് എന്താ പറഞ്ഞത്? നബിന്റെ ചര്യ എടുത്ത് ഉദ്ധരിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാ, ഖബർ അടിച്ചു നിരത്തണം. ഇത് കണ്ടുപഠിച്ച മദ്ഹബിലെ ഇമാമിയങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഉദ്ധരിക്കുന്ന തെളിവുകളാണ് ഇതൊക്കെ. ഞാൻ വീണ്ടും പറയുന്നു, ഇതാ ഈ ഒരൊറ്റ ഇബാറത്തിന് മുസ്ലിയാർ മറുപടി പറയട്ടെ. അപ്പഴത്തിരും തൃക്കരിയിലെ ഇത് വേണോ വേണ്ടെന്ന് സംശയമുള്ള ആൾക്കാർക്ക് ഖണ്ഡനം തുടരണോ വേണ്ടേ? മനസ്സിലായോ? എന്താ? വതജിബുൽ മുബാദിറതു ബിഹദ്മിഹാ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖബർ ഇദ് ഹിയ അളറു മിൻ മസ്ജിദിൽ ളിറാർ ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ മേൽ കെട്ടി ഉയർത്തിയതും ഖുബ്ബകളുമൊക്കെ അടിച്ചു പൊളിക്കൽ നിർബന്ധമാണ്. അത് ഇബ്നു ഹജർ അൽ ഹൈതമി വഹാബിയാണ് അല്ലേ? പറയും നിങ്ങള് വഹാബിയാണ് നിങ്ങൾ പറയും. അപ്പോ അദ്ദേഹം വഹാബിയാണോ അല്ലേ നിങ്ങൾ തെളിയിച്ചു തരും. സുഹൃത്തുക്കളെ, എന്നിട്ട് അദ്ദേഹം പറയാണ്, മസ്ജിദുൽ ളിറാറിനെക്കാളും അപകടകാരിയാണ് കെട്ടി ഉയർത്തിയ ജാറങ്ങൾ. ഇവിടെ കെട്ടിയുയർത്തിയ ജാരങ്ങളെ സംബന്ധിച്ച് അത് മുശ്രിക്കിന്റെ ഖബറാണോ യാനി ഖുബൂർ അൽ മുസ്ലിമീൻ എന്ന് വളരെ കൃത്യമായി ഹദീസുകളിൽ കാണാം അല്ലേ? വളരെ കൃത്യമായി റാവിമാരുടെ പല റിപ്പോർട്ടുകളിൽ കാണാം. എന്ത്? യാനി ഖുബൂർ അൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ ഖബർ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഈ ഖബറിങ്ങ പോയാ തൊട്ടുമുത്തലും സുജൂദും ഒക്കെ അടക്കുന്നുണ്ട്. അപ്പൊ ഒരു ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദേ, അങ്ങനെ തൊട്ടുമുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് കൊടുത്ത ഉത്തരം എന്താ? ഉസ്താദ് കൊടുത്ത ഉത്തരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതിന്റെ മുമ്പ് മഖ്ബറ ആചാരവും അനാചാരവും എന്ന PSK മൊയ്തുബാക്കവി മാടവനയുടെ പുസ്തകത്തിൽ നിന്നും 19ാമത്തെ പേജിൽ നിന്നൊരു വരികൾ കേട്ടോളി. മഖാമുകളിൽ സിയാറത്തിന് എത്തുന്നവർ ഖബർ ചുംബിക്കുകയും ഖബറിന്മേലുള്ള വസ്തുക്കൾ തൊട്ടുമുത്തുകയും ചെയ്യുന്നത് കാണാം. ഇത് ബർക്കത്ത് ഉദ്ദേശിച്ചാണെങ്കിൽ അനുവദനീയമാണ്. ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ ഖബർ തൊട്ടുമുത്തി ഒരു സ്വഹാബിയെ നിങ്ങൾക്ക് പറയാമോ? ഞാൻ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണി തീരും, മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടേണ്ടി വരും.
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തോതിയാൽ, അല്ലെങ്കിൽ ഖബർ തൊട്ടിമുത്തിയ ഇന്ന സ്വഹാബിണ്ട് എന്ന് പറഞ്ഞ, എന്തേ ലക്ഷക്കണക്കിന് സ്വഹാബത്ത് ഉണ്ടായിട്ട് ഒരു സ്വഹാബിന്റെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഉണ്ടായിട്ട് ഒരു ഇമാമിന്റെ വാചകം നിങ്ങൾക്ക് ഉദ്ധരിക്കാല്ലാത്തത്? അതുകൊണ്ട് ഇത് കളവാണ്. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ പുത്തൻവാദമാണ്. ബർക്കത്തിനു വേണ്ടിയാണെങ്കിൽ ചുംബിക്കാന്നായി ദിവസം അല്ലേ? ബർക്കത്തിനു വേണ്ടിയാണെങ്കിൽ ചുംബിക്കാം, കുഴപ്പമില്ല എന്നിവരെ എഴുതി. ഒരു സ്ഥലത്തല്ല, വീണ്ടും കേട്ടോ, സുന്നി അഫ്കാർ വാരികലെഴുതി ഔലിയാക്കളുടെ ഖബർ ചുംബിക്കാമോ? തബറുക്കിന് വേണ്ടി ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ ചുംബിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് കറാഹത്ത് പോലും ഇല്ല. ഫതാവ റംലി 4-ാം വാള്യം 106-ാം പേജ്. എല്ലാ ഖുറാഫാത്തും പ്രചരിപ്പിച്ച ആളാണ് റംലി അല്ലേ? ആ റംലിന്റെ കിതാബിൽ നിന്ന് തെളിവ് ധരിച്ചിട്ട് പറയാ, തബറുക്കിനു വേണ്ടി ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറ് മുത്താം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സുഹൃത്തുക്കളെ ഇവര് പരസ്യമായി എഴുതി വെച്ചു. ഇത് കളവാണ്. ഇതേ കളവ് ഒരു മുസ്ലിയാരി ഒരു ചോദ്യത്തിന് അഭിമുഖത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളെല്ലാം വന്നിട്ട് സാധാരണക്കാരായ ജനങ്ങൾ തൊട്ടിങ്ങനെ മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത, ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ, അതല്ല ഇതുപോലെ ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന് മഹാന്മാരുടെ ഖബറുകൾ ചെന്നാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഖബറുകളിലൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നത് പോലെ ഉള്ള തൊട്ടുമുത്തലും പരിപാടികളും നമുക്ക് പാടുമില്ല. ഇത് രണ്ടും വ്യക്തമായി വിശദമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ഷെർവാനിയും നോക്കിയാൽ ഈ വസ്തുത വിവരിച്ചു കാണും. അതേപോലെ തന്നെ ഇമാം റംലിയുടെ നിഹായിലും ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല അലി ഷബ്രാമുല്ലസി പറഞ്ഞത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് തൊട്ടുമുത്തുക എന്നത് കഅബയെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നേരെ കഴിയാത്ത ആൾക്ക് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാൻ അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദവിയുടെ ഖബറിൽ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല എന്ന. ഒരു പന്തികേടുമില്ല, പക്ഷെ പേരോടിന് ഭയങ്കര പന്തികേടാ. ഇതിന് മറുപടി ഞാൻ പറയണില്ല. നുണ പറഞ്ഞ വൈരുദ്ധ്യടിക്കും. പേരോടെന്നെ വിശദീകരിക്കട്ടെ. ഏതൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച് എങ്ങനെയൊക്കെ മൂപ്പരനെ പറയട്ടെ, ഞാൻ ഒന്നും പറയണില്ല. മൂപ്പര് പറഞ്ഞാൽ നന്നാക്കാം, കേട്ടോളി. ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതപോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോൾ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈവാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട.
ഖില്ലത്തു സാലികീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതകൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ, നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. ആളുകൾ കുറച്ചേ ഉള്ളൂ എന്ന് നോക്കണ്ട, നിന്റെ കൂടെ പൊന്മള ഉസ്താദ് ഇല്ല എന്നുള്ളത് നോക്കണ്ട, നിന്റെ കൂടെ മാടവനില്ല എന്നുള്ളത് നോക്കണ്ട, ഹക്കിന്റെ കൂടെ നിന്നോ. അല്ലേ? നിങ്ങളെ ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളെ മുഫ്തിക്ക് പറഞ്ഞു കൊടുക്കുകയും